ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കി നോക്കിയാലോ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതും എന്നാൽ നല്ല സ്വാദുള്ളതുമായ ഒരു ചിക്കൻ കറി ആട്ടോ ഇത്. അപ്പോൾ എന്നെപ്പോലെ മടിയുള്ളവർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറി ആട്ടോ ഇത്. അപ്പോൾ നമുക്ക് കുക്കറൊന്ന് ചൂടാക്കാനായിട്ട് വെക്കാം. അപ്പോൾ കുക്കറൊന്ന് ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഗ്രാമ്പൂ, പട്ട, തക്കോലം, ബേ ലീവ്സ് ഉണ്ടെങ്കിൽ ബേ ലീവ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്ര ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതൊന്ന് ചെറുതായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി, പിന്നെ വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി, പിന്നെ അതുപോലെ തന്നെ സവോള, ഇവയെല്ലാം ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോൾ ഈ സവോളയുടെ കളറൊക്കെ ഒന്ന് മാറി ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് വന്ന ശേഷം മാത്രം കേട്ടോ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇനി തക്കാളി ചേർക്കാമുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇളക്കി ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറട്ടെ. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് പയ്യെ ചേഞ്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും ഇതൊന്ന് വാടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ തക്കാളി നന്നായിട്ടൊന്ന് വാടി കിട്ടണേ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പച്ചക്കുത്തുണ്ടാവും നമ്മുടെ കറിക്ക്. അപ്പോൾ ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വാടട്ടെ കേട്ടോ. അപ്പോൾ ഇപ്പോൾ തക്കാളി പയ്യെ വാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമ്മളിതിൽ അധികം വെളിച്ചെണ്ണയൊന്നും ചേർക്കുന്നില്ല, കുറച്ച് വെളിച്ചെണ്ണയെ ചേർക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അധികം വെളിച്ചെണ്ണയൊന്നും ചേർക്കാത്തൊരു കറി കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളി പയ്യെ ഇട്ടു. ഇനി തക്കാളി പയ്യെ ഒന്ന് വാടട്ടെ കേട്ടോ. അപ്പോഴത്തേക്കും നമുക്ക് ഇത്തിരി കറിവേപ്പിലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് അതും ഒന്ന് നന്നായിട്ട് ഇതിൻ്റെ കൂടെ കിടന്നൊന്ന് വാടട്ടെ കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക, കൈയെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇളക്കി കൊടുത്ത് ഇതൊന്ന് ചെറുതായിട്ട് വാടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ആദ്യം ഇതിൻ്റെ ഉള്ളിലേക്ക് ചേർക്കാൻ നമ്മുടെ മഞ്ഞൾപ്പൊടിയാട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നമ്മുടെ ചിക്കൻ മസാലയാട്ടോ ചേർക്കുന്നത്. ഇനി കുറച്ച് കുരുമുളക് പൊടി ചേർക്കുക. അപ്പോൾ ഇവിടെ ഞാൻ നമ്മുടെ മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ. കാരണം ഇവിടെ ഞാൻ പൊതുവേ മുളക് പൊടി അങ്ങനെ ചേർക്കാറില്ല. ഞാനിവിടെ കുരുമുളക് പൊടിയാട്ടോ എല്ലാ കറികൾക്കും യൂസ് ചെയ്യുന്നത്. കാശ്മീരി ചില്ലി പൗഡർ കുറച്ച് കൂടുതൽ ചേർക്കണം, കളറൊക്കെ വേണ്ടവർക്ക് ചേർക്കാം കേട്ടോ. ഞാനിവിടെ അധികം കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നില്ല കേട്ടോ. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് വാടി വരട്ടെ കേട്ടോ. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് വാടി വന്നു കഴിയുമ്പോൾ ഈ മസാലയൊന്നും അധികം അങ്ങോട്ട് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ. ഈ വെള്ളത്തിൻ്റെ കളറ് മാറിയിരിക്കുന്ന ആരും നോക്കണ്ട കേട്ടോ. ഇത് ഞാനാണെങ്കിൽ ചിക്കൻ വറക്കാൻ വേണ്ടി കുറച്ച് തിരുമ്മി വെച്ചേക്കണേൻ്റെ കുറച്ച് മസാല ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിലേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ചെയ്യുന്നതാട്ടോ. അതാട്ടോ ഈ നമ്മുടെ വെള്ളത്തിൻ്റെ കളറ് മാറിയിരിക്കണേ. അപ്പം ഇതൊന്ന് അതിൻ്റെ ഉള്ളിലേക്ക് ചേർക്കുക. ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി നമ്മുടെ കറിയിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇതൊന്ന് യോജിച്ച് കഴിഞ്ഞ് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ചിക്കൻ കറിയുടെ ചിക്കൻ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ എടുത്തേക്കണം 1.5 കിലോ ചിക്കനാട്ടോ. അപ്പോൾ ആ ചിക്കൻ മുഴുവനായിട്ട് നമുക്ക് ഈ ഒരു മസാലയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ചിക്കൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഈ മസാല എത്തുന്ന രീതിയിൽ നന്നായിട്ട് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നാൽ മാത്രമാണ് നമ്മുടെ കുക്കർ അടി പിടിക്കാതിരിക്കുകയുള്ളൂ കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണേ. യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ കുക്കറൊന്ന് അടച്ച് ഒരു 2 വിസിൽ വരോളം വരെ നമുക്ക് മൂടി വെച്ചൊന്ന് വേവിക്കാം കേട്ടോ. ഇനി ഈ ചിക്കൻ കറിയിലോട്ട് നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. നമ്മൾ ആദ്യം ചേർത്ത ആ 1/4 ഗ്ലാസ് വെള്ളത്തിലായിരിക്കും കേട്ടോ നമ്മുടെ ചിക്കൻ കറി റെഡിയാവുന്നത്. അപ്പോൾ ഇനി വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് പോകും കേട്ടോ. അപ്പോൾ ഈ ഒരു ചിക്കനിലുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ടായിരിക്കും ചിക്കൻ കറി റെഡിയാവുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി കടുക് പൊട്ടിച്ചൊക്കെ കഴിക്കേണ്ടവർക്ക് അങ്ങനെ വേണമെങ്കിൽ കുറച്ച് സവോളയും കുറച്ച് കടുകൊക്കെ പൊട്ടിച്ചിട്ട് താളിച്ചിട്ട് കഴിക്കേണ്ടവർക്ക് കഴിക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കഴിച്ചാൽ നല്ല ടേസ്റ്റ് കേട്ടോ. ഇതിപ്പോൾ ഇറങ്ങിയേക്കണ വെള്ളം എന്ന് പറയുന്നത് നമ്മൾ ഒഴിച്ച വെള്ളമല്ല കേട്ടോ, നമ്മുടെ ചിക്കനിലെ വെള്ളം കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിന് നല്ല ടേസ്റ്റ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ഇതൊരു പെട്ടെന്ന് ഒരു 5 മിനിറ്റിനുള്ളിൽ നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപ്പൻ റെസിപ്പിയാണ് കേട്ടോ. അപ്പം നമുക്ക് വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ഇന്നത്തെ നമ്മുടെ ചിക്കൻ കറി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ഇനിയും എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നാൽ മാത്രം കേട്ടോ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ വന്ന് ചേരുള്ളൂ. അപ്പം നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം കേട്ടോ.